എന്താണ് ഓർത്തോബയോളജിക്സ്? ഇന്ന് നമ്മുടെ ഓർത്തോപീഡിക് പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്ന ഒരു ടോപ്പിക്കാണ് റീജനറേറ്റീവ് മെഡിസിൻ അഥവാ ഓർത്തോബയോളജി. നമ്മുടെ ബോഡിയിൽ തന്നെ സെൽസ് ഉപയോഗിച്ച് നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസ് ആയ ബോൺ, ടെൻഡൻ, ലിഗമെന്റ് ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നതാണ് ഓർത്തോബയോളജിക്സിന്റെ പ്രധാന ഘടകം. ഇത് ബ്ലഡിൽ നിന്നും ബോൺ മാരോയിൽ നിന്നും എടുക്കുന്നത് വെച്ച് ഓർത്തോബയോളജിക്ക് രണ്ടായി തിരിക്കുന്നു. ബ്ലഡിൽ നിന്ന് എടുക്കുന്ന ഓർത്തോബയോളജിക്കാണ് PRP അഥവാ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ. അതുകൂടാതെ സൈറ്റോകൈൻ റിച്ച് സീറവും ബ്ലഡിൽ നിന്ന് എടുക്കുന്നതാണ്. ബോൺ മാരോയിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മുടെ ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത് BMAC. ഈ PRP ആണ് നമ്മുടെ ഇടയിൽ കൂടുതലായി പ്രചരിച്ചു വരുന്നത്. അതിൻ്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മളൊരു 20 ml ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്തു അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്തു അത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഉള്ള ഏരിയയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പഴയ സെൽസിന്റെ റീജനറേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഓർത്തോപീഡിക്സിൽ പ്രധാനമായി ഓർത്തോബയോളജിക്സിന്റെ ഇൻഡിക്കേഷൻ വരുന്നത് ചെറിയ ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ, ഷോൾഡർ ജോയിന്റിന്റെ റൊട്ടേറ്റർ കഫ് മസിലിന്റെ പാർഷ്യൽ ടയർ, അതുകൂടാതെ ബോൺ ഹീലിനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ സർജറിയുടെ കൂടെ PRP ഇഞ്ചെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും സ്റ്റേജ് 1, സ്റ്റേജ് 2 ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനത്തിന് ഇതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാനും സർജറി ഡിലേ ചെയ്യാനും സഹായിക്കും.